ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിലാണ് ഇടതുമുന്നണിയിലെ പാർട്ടി യോഗങ്ങൾ. CPM സംസ്ഥാന സമിതിയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീണ്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ CPI യോഗങ്ങളിൽ സ്വന്തം മന്ത്രിമാർക്കെതിരെയും വിമർശനം കടുപ്പിക്കുകയാണ്. CPI മന്ത്രിമാർ അമ്പേ തോൽവിയായി എന്നാണ് CPI എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്ന വിമർശനം. ജനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കേണ്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് റവന്യൂ വകുപ്പുകൾ വൻ പരാജയമായത് തിരിച്ചടിയായി എന്നാണ് ജില്ലാ കൗൺസിലിൽ വിമർശനം. മന്ത്രി GR അനിലിനെതിരെ ആരംഭിച്ച വിമർശനം K രാജനിലേക്കും എത്തി. സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ ഒരുപോലെ കടന്നാക്രമിച്ചാണ് ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പിരിഞ്ഞത്. ഭരണം കൊണ്ട് പാർട്ടിക്കോ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായില്ല എന്നും കൗൺസിലിൽ കടുത്ത വിമർശനം ഉയർന്നു. സിവിൽ സപ്ലൈസ് ഷോറൂമുകളിൽ കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇതെല്ലാം പാർട്ടിക്കും ഭരണത്തിനും അവമതിപ്പുണ്ടാക്കിയ കാഴ്ചയാണ് എന്നും വിമർശനം ഉയർന്നു. ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് സിവിൽ സപ്ലൈസിനെ തകർത്തത് എങ്കിലും പ്രത്യക്ഷത്തിൽ ഭക്ഷ്യവകുപ്പിന്റെ വീഴ്ചയായാണ് ജനങ്ങൾ കണ്ടത്. ഫോർട്ട് കൊച്ചി RDO ഓഫീസിൽ കയറിയിറങ്ങി മടുത്ത ജനം എങ്ങനെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന ചോദ്യവും റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഉണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമുണ്ടായി. LDF കൺവീനർ BJP നേതാക്കളെ കണ്ടത് പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്നും LDF യോഗത്തിൽ പാർട്ടി ഇക്കാര്യം ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു. CPI അഭിപ്രായമില്ലാത്ത പാർട്ടിയായി മാറിയെന്നും വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഇരുന്ന കസേര ഇത്ര പെട്ടെന്ന് ദുർബലമായി പോയല്ലോ എന്നും വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ CPM ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീക്കിയത് എന്നും പലയിടത്തും CPIക്ക് റോളില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ പ്രീണനം കൂടിയായതോടെ പരമ്പരാഗതമായ ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചുവെന്നും വിമർശനം വന്നു. അതേസമയം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി മിണ്ടാതിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന CPI ജില്ലാ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിമർശനം ഉയർന്നു. കരിവന്നൂരിൽ ഇരകൾക്കൊപ്പമായിരുന്നു നിൽക്കേണ്ടിയിരുന്നത് എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണം പെൻഷൻ നൽകാത്തതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതുമാണ് എന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതേസമയം CPM സംസ്ഥാന സമിതി യോഗത്തിലും ഭരണത്തിനെതിരായാണ് വിമർശനം ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. ചുരുക്കത്തിൽ നിയമസഭയിൽ ഇടതു തോൽവിക്ക് കാരണമായ കണക്ക് നിരത്തിയും ഇതിനെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതും പാർട്ടി തള്ളുകയാണ്. സംസ്ഥാന ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴം കൂട്ടി. കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം എന്ന വിമർശനമുണ്ടായി എന്ന യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി എന്നും പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. നവകേരള സദസ്സിന്റെ ഗുണം കിട്ടിയില്ല എന്നും അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്നകന്നുവെന്നും MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ് CPM. 20 മണ്ഡലങ്ങളിലെയും ഫലം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് പുതിയ നീക്കങ്ങളിലേക്ക് CPM കടക്കുന്നത്. പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായതായാണ് സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയത്. തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. തിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കേട്ടതോടെ മാർഗരേഖ അന്തിമമാക്കുകയും ചെയ്യും.